ഹലോ സ്റ്റുഡൻസ്, അഗൈൻ വെൽക്കം ബാക്ക് ടു M&C. നിങ്ങൾക്ക് വീണ്ടും M&Cയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇത് എന്റെ നാലാമത്തെ ക്ലാസ് ആണ്, നാലാമത്തെ ലെക്ചർ ആണ് ഓൺ നമ്മുടെ +2 സേ സ്റ്റുഡൻസിനായിട്ട്, +2 ഫെയിൽഡ് ആയ കുട്ടികൾക്കായിട്ടുള്ള ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡീൽ ചെയ്ത ലെക്ചർ 3 നമ്മൾ ഡീൽ ചെയ്തിരുന്നത് എന്തായിരുന്നു? നമ്മൾ ഈ ചാപ്റ്റർ ആയിരുന്നു. ലെക്ചർ 3 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആയിരുന്നു. അതിനകത്ത് എത്ര മാർക്ക്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരുമെന്ന് പറഞ്ഞു. അതിനകത്ത് 1 മാർക്ക് മേടിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്നറിയാം. നിങ്ങൾ പഠിച്ച് നോക്കി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു, പഠിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ത് വാല്യൂ? പ്രിൻസിപ്പൽ വാല്യൂ. എന്ത് വാല്യൂ കണ്ടുപിടിക്കാനാ? പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ഇനി ഇതിന്റെ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. പിന്നെ എത്ര മാർക്ക്? 1 മാർക്ക് മേടിച്ചാൽ ബാക്കി എത്ര മാർക്കാ? 3 മാർക്കോടെ നിങ്ങൾ മേടിക്കണം അല്ലെ? 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടി കാണും. അതായത് സത്യം പറഞ്ഞാലും ചിലപ്പോൾ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും സബായിട്ട് A B എന്നൊക്കെ പറഞ്ഞായിരിക്കും വരുന്നത്. അല്ല 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ A ഒരു നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ, B എന്ന് പറഞ്ഞു കിടക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കുറെ സെക്ഷൻ കുറെ ഉണ്ട് പഠിക്കാനായിട്ട്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കാൻ പറ്റത്തില്ല. കാര്യം നിങ്ങൾക്ക് എടുത്താൽ നിങ്ങൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യുന്ന എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് മാത്രം ഞാൻ കടക്കുന്നു. ഓക്കെ, ഗോയിങ്. ഇനി ഞാൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് നിങ്ങൾക്ക് അറിയാലോ. സെറ്റ് 1, സെറ്റ് 2, സെറ്റ് 2 വരെ ഞാൻ പഠിപ്പിച്ചു. ഇനി ഞാൻ പഠിപ്പിക്കാൻ പോണേ സെറ്റ് 3 ഇക്വേഷൻ. സെറ്റ് 3 ആ ഇക്വേഷൻ പറഞ്ഞതാണ്, പഠിച്ചു വെക്കണം. കാണാതെ 1 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന റിസൾട്ട് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് നമ്മൾ ആഡ് ചെയ്താൽ അതിന്റെ ആൻസർ π/2 ആണ്. അതിന്റെ ആൻസർ π/2 ഒരു റിസൾട്ട്. അതുപോലെ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും. അതുപോലെ അടുത്ത രണ്ടെണ്ണം ഏതാ? ടാൻ ഇൻവേഴ്സ് എക്സും പിന്നെ എത്ര ഇൻവേഴ്സാ? കോട്ട് ഇൻവേഴ്സ് എക്സ് കൂട്ടിയാൽ ആഡ് ചെയ്താൽ ആൻസർ ഈസ് π/2. അതുപോലെ തന്നെ സീക്ക് ഇൻവേഴ്സ് എക്സും കൊസീക്ക് ഇൻവേഴ്സ് എക്സും ഞാൻ ആഡ് ചെയ്താൽ അതിന്റെ ആൻസർ എന്താണ്? ആൻസർ എത്രയാ? π/2. ദിസ് ഈസ് സെറ്റ് 3. വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ. മനസ്സിലായോ? ഇതിന് പ്രൂഫ് ഒന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച പാടൊന്നുമില്ല. ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, ഇത് എക്സും ഇത് എക്സ് ആയിരിക്കണം, ഇത് എക്സും ഇത് എക്സ്, ഇത് എക്സ് എക്സ് സെയിം ആയിരിക്കണം. ഇതിന് ഒരു ഡൊമൈനും റേഞ്ച് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. ഡൊമൈനും ഉണ്ടാവും, റേഞ്ച് ഒക്കെ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ അതോട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അതായത് നമ്മൾ പഠിക്കുന്ന സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതും കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതും ടാൻ ഇൻവേഴ്സ് എക്സ്, ഇത് 3 പഠിച്ചു വെച്ചാൽ മതി. ഈ കിടക്കുന്ന 3 മെയിൻ ആയിട്ട് ഇത് 3 പഠിച്ചാൽ മതി കേട്ടോ. ഡൊമൈനും ഉണ്ട്, അതുപോലെ റേഞ്ചും ഉണ്ട്. ഡൊമൈനും ഉണ്ട്, റേഞ്ചും ഉണ്ട്. ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഡൊമൈൻ എന്താ, റേഞ്ച് എന്താണ്. ഞാൻ ഈ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ബ്രേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു ഫോട്ടോ ഒരു പിക്ചർ അതിനകത്ത് ആഡ് ചെയ്ത് തരാം. ഡൊമൈൻ റേഞ്ചും നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ എണ്ണത്തിന്റെയും ഡൊമൈൻ നമുക്ക് എല്ലാത്തിനും നോക്കാം. സൈൻ ഇൻവേഴ്സ്, കോസ്, ടാൻ, അത് നമുക്ക് സൈൻ കോസ് നോക്കാം. സൈൻ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അറിയാലോ. നമുക്ക് എക്സിന് എന്തൊക്കെ വാല്യൂ ഇട്ട് കൊടുക്കാം. ഡൊമൈൻ പറയുന്നത് ഇതിന്റെ ഡൊമൈൻ -1 തൊട്ട് 1 വരെയാണ്. ഇതിന്റെ ഡൊമൈനും -1 തൊട്ട് 1 വരെ. കണ്ടോ? ഇത് എങ്ങനെ വന്നു എന്നുള്ളതൊന്നും ഞാൻ ഇനി പറയുന്നില്ല. പറയാൻ പോയാൽ കുറെ വഴിയുണ്ടെന്ന് നിങ്ങൾ പഠിക്കുക വേണ്ട. ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക, കാണാതെ പഠിച്ചു വെക്കുക. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ, സൈൻ ഇൻവേഴ്സ് എക്സിന്റെയും കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഈ എക്സിന്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുന്ന വില. അത് എവിടെ വരെയുള്ളൂ? -1 തൊട്ട് 1 വരെ. ഇതിനോട് എവിടെ വരെയുള്ളൂ? -1 തൊട്ട് 1 വരെ. ഇതിന്റെ റേഞ്ച്, അതായത് ആൻസർ എടുക്കേണ്ടത് -π/2 തൊട്ട് +π/2 വരെയും. ഇതിന് എത്രയാ? 0 to എവിടെ വരെയാ? π വരെ. മനസ്സിലായോ? ഇത് രണ്ടും ഇപ്പൊ തൽക്കാലം മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക, അതിനകത്ത് ടെക്സ്റ്റ് ബുക്കിനകത്ത് ബോക്സിനകത്ത് ഈ സാധനം കൊടുത്തിട്ട് ഡൊമൈൻ റേഞ്ച് ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, സൈൻ ഇൻവേഴ്സ് എക്സിനെയും കോസ് ഇൻവേഴ്സ് എക്സിനെയും ഡൊമൈൻ ഒരുപോലെ. അപ്പൊ ഡൊമൈൻ ഒരുപോലെ രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാ? π/2. അപ്പം മനസ്സിലാക്കി വെക്കുക. അതൊക്കെ കൂടുതൽ അതിലേക്കൊന്നും പോകണ്ട, മനസ്സിലാക്കി വെക്കേണ്ടതാണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് എത്രയാ? π/2. ടാൻ ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സും കൂട്ടിയാൽ π/2. സീക്ക് ഇൻവേഴ്സ് എക്സും കൊസീക്ക് ഇൻവേഴ്സ് എക്സും കൂട്ടിയാൽ എത്രയാ? π/2. മനസ്സിലായോ? ഈ ഒരു കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. എല്ലാ ഫംഗ്ഷനും ഡൊമൈനും ഉണ്ട്, റേഞ്ചും ഉണ്ട്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എക്സിന് ഇട്ട് കൊടുക്കുന്ന വിലകളാണ് ഡൊമൈൻ എന്നും, കിട്ടുന്ന ആൻസേഴ്സിനാണ് ഇതിന് പറയുന്നത്. അപ്പൊ ഈ റേഞ്ചിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പേര് പറയാം, പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രിൻസിപ്പൽ വാല്യൂ ഒക്കെ ഇല്ലേ, അത് ഇതിന്റെ ഇടയ്ക്കായിരിക്കും കിടക്കുക. ഞാൻ പിന്നീട് നമ്മൾ ഇനി പഠിക്കുമ്പോൾ ആവശ്യം വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. എന്താ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രിൻസിപ്പൽ വാല്യൂ ഇല്ല നേരത്തെ പഠിച്ചത്. ആ കാര്യങ്ങൾ കിട്ടുന്ന ഉത്തരം ഇതിന്റെ ഉള്ളിലുള്ളതായിരിക്കും. അതാണ് കാര്യം. അതൊക്കെ പിന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ പഠിച്ചല്ലോ. 1 മാർക്കിനൊക്കെ ചോദിക്കാം. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ഡാഷ് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ സെറ്റ് 3 കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന വെരി ഇമ്പോർട്ടന്റ് ഇക്വേഷൻ സെറ്റ് നമ്പർ 4. സെറ്റ് 4 സ്ഥിരം ചോദ്യമുള്ള സെറ്റ് 4 ഇക്വേഷൻ പറയുന്നതാണ് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് എക്സ്.
ഇതൊക്കെ നമുക്ക് ഇവിടത്തെ എന്താണോ വാല്യൂ അത് തന്നെയായിരിക്കും. എന്ന് പറയുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നോക്കിക്കേ, സൈൻ ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എന്ത് തന്നെ പറയണം, ഇത് 1/2 ആണ്, ഇത് 1/2. ഉറപ്പായിട്ടും ഇതൊന്നും കണ്ടുപിടിക്കാൻ പോലും വേണ്ട. എന്തായിരിക്കും അതിന്റെ ആൻസർ? 5/2 ആയിരിക്കും എന്നുള്ള കാര്യം കൺഫേം ആണ്. ഇപ്പം സൈൻ ഇൻവേഴ്സ് ഓഫ് 1/3 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 1/3 വെച്ചാലും അതിന്റെ ആൻസർ എത്രയാ? 5/2. മനസ്സിലായോ? സെയിം വാല്യൂ. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഡിഫറൻസ് നോക്കിക്കേ. എന്താ അടുത്ത ഇക്വേഷൻ പഠിക്കാൻ പോണത്? ടാൻ വെച്ചാണ്. ടാനിന്റെ റിസൾട്ട് മാത്രമേ പഠിക്കുന്നു. സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും ഒന്നും ഇല്ല, ടാൻ മാത്രം. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് എത്രയാ? ടാൻ ഇൻവേഴ്സ് വൈ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് എത്രയാ? ടാൻ ഇൻവേഴ്സ് വൈ എന്ന് ചോദിച്ചാൽ അതിന്റെ റിസൾട്ട് നിങ്ങൾ ഓർമ്മയുണ്ടാവുമല്ലോ. ടാൻ ഇൻവേഴ്സ് ഓഫ് ബ്രാക്കറ്റിനകത്ത് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. ഇതാണ് റിസൾട്ട്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ഇവിടെ എക്സ് വൈ ഡിഫറെന്റ് വിലകളാണ്. എക്സ് വേറെ വൈ വേറെ കേട്ടോ. പക്ഷെ ഇത് രണ്ടും ഒരുപോലെ ആയിരിക്കണം, മറക്കരുതാ കാര്യം. ഓക്കെ, അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എത്രയാ? എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ എത്രയാ? 1 മൈനസ് എക്സ് വൈ. ഇവിടെ എക്സ് വൈ എന്ന് പറഞ്ഞത് ഇതിനൊക്കെ എക്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നിനേക്കാളും കുറവായിരിക്കും. നിങ്ങൾ അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കണം. നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിക്കാൻ നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം. ഈ പദ കോൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇവിടെ എക്സും ഈ രണ്ടെണ്ണം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തിനേക്കാളും കുറവായിരിക്കും? ഒന്നിനേക്കാളും കുറവായ സംഭവിക്കുന്ന കാര്യം എന്താ? ഇവിടെ ഒരിക്കലും നെഗറ്റീവ് വരുന്നില്ല. ഇവിടെ എപ്പോഴും എന്താ വരത്തുള്ളൂ? പോസിറ്റീവ്. പക്ഷെ ഈ സെയിം ഇക്വേഷൻ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞ സാധനത്തെ എനിക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെയാ? പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എത്രയാ? എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ. എപ്പോ? എക്സ് വൈ ഇസ് ഗ്രേറ്റർ ദാൻ 1. രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ, ഇതും ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. എന്താ ഡിഫറൻസ് നോക്കിക്കേ. ഈ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ മെയിൻ കാര്യം. അതായത് എക്സും വൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നിലും കുറവാണെങ്കിൽ ഇക്വേഷനും എക്സും വൈ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒന്നിലും കൂടുതലാണെങ്കിൽ ഇക്വേഷൻ ഒരു പൈ പ്ലസ് ഉണ്ടായിരിക്കും ഫ്രണ്ട്. ഓർത്തിരിക്കുക. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് അത് പഠിച്ചു വെക്കാൻ. അതായത് പ്ലസ് അല്ല, അതിന് വരെ അടുത്ത എന്താ? മൈനസ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ത് വരും? ശ്രദ്ധിച്ചായിരുന്നോ? ഇത് പ്ലസ് ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് അല്ലെ? പ്ലസ് മൈനസ്. അപ്പൊ ഇവിടെ വരുമ്പോൾ മൈനസ് വരുമ്പോൾ എന്തായിരിക്കും? എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. ഇത് മൂന്നും ആണ് സെറ്റ് നമ്പർ. ഇതിനകത്ത് പഠിപ്പിക്കുന്ന സെറ്റ് നമ്പർ 4. മനസ്സിലായ പറഞ്ഞത് വെച്ച് ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ്. മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആയോ? ഈ കാര്യങ്ങൾ രണ്ടും ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. സ്കൂളിൽ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഒരു കാര്യം ഉള്ളൂ, ഇത്രേ ഉള്ളൂ. എന്താന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ മക്കളെ. എന്താ? ഈ എക്സും വൈ ഇൻഡ്യൂ ചെയ്യുമ്പോൾ എന്തിനേക്കാളും കുറവായിരിക്കണം. ഒന്നിലും കുറവാണോ എന്ന് നോക്കുക. ഒന്നിലും കുറവാണെങ്കിൽ പൈ പ്ലസ് ചെയ്താൽ, ഒന്നിലും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നിലും കൂടുതലാണെങ്കിൽ പൈ പ്ലസ് ചെയ്താൽ, ഒന്നിലും കുറവാണെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ ക്ലിയർ ആവും. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇത്രയും ക്ലിയർ ആയല്ലോ? ഓക്കെ, ചോദ്യം ഇതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ എക്സാം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എക്സാം ക്വസ്റ്റ്യൻ തന്നെയാണ്. ചോദ്യം ഇതായിരിക്കും. പ്രൂവ് ദാറ്റ് അല്ലെങ്കിൽ ഷോ ദാറ്റ് ഷോ ദാറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് എത്രയാ? ടാൻ ഇൻവേഴ്സ് ഓഫ് 1/3 ഈസ് ഈക്വൽ ടു എന്താന്ന് തെളിയിക്കണം? 5/4 എന്ന് പ്രൂവ് ചെയ്യണം. ടാൻ ഇൻവേഴ്സ് ഓഫ് 1/3 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എത്രയാ? ടാൻ ഇൻവേഴ്സ് ഓഫ് 1/3 ഈസ് ഈക്വൽ ടു എത്രയാന്ന് തെളിയിക്കണം? 5/4 എന്ന് പ്രൂവ് ചെയ്ത് കാണിക്കണം. അപ്പൊ നിങ്ങൾ മനസ്സിൽ പറഞ്ഞ ടാൻ ഇൻവേഴ്സ് വെച്ച് മാത്രമേ ഉള്ളൂ ഇങ്ങനെ റിസൾട്ട് പഠിക്കുന്നുള്ളൂ. സൈൻ ഇൻവേഴ്സിനും കോസ് ഇൻവേഴ്സിനും ഒന്നും ഈ ഒരു റിസൾട്ടേ ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ടാൻ വെച്ച് വരുമ്പോഴേ നിങ്ങൾ മനസ്സിൽ വരേണ്ട ഈ ഇക്വേഷൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് ഇവിടെ കിടക്കുന്ന രീതി നമുക്ക് ആദ്യം ആരെടുക്കും? ഇവനെ അങ്ങ് എടുക്കും. വാട്ട് ഈസ് ദാറ്റ്? ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് എത്രയാ? ടാൻ ഇൻവേഴ്സ് ഓഫ് എത്ര കിടക്കുന്നത്? 1/3 എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ടും ഈ സാധനം എന്തായിട്ട് എടുത്തു? വൈ. അപ്പൊ എന്ത് ഫോമാ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു. അപ്പൊ കൺഫ്യൂഷൻ തോന്നും, ഇതാണോ എടുക്കേണ്ടതെന്നുള്ളത് അല്ലെ? നിങ്ങൾ സാധാരണ എപ്പോഴും മെജോറിറ്റി ക്വസ്റ്റ്യൻസിനകത്ത് വരുന്നത് ഇതാണ്. ഇതായിരിക്കും മെജോറിറ്റി. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട. ഞാനിപ്പോ സ്കൂളിൽ ചിലപ്പോൾ ഇത് പഠിപ്പിക്കാൻ ചാൻസ് തീരെ കുറവാണ്. ഇത് എപ്പോഴാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതവിടെ നിൽക്കട്ടെ. അപ്പൊ സാധാരണ ക്വസ്റ്റ്യൻ, സാധാരണ എന്ത് രീതി വന്നാലും നമ്മൾ ഏത് ഇക്വേഷൻ എടുക്കുന്നുള്ളൂ? ഈ കിടക്കുന്ന ഇക്വേഷൻ ആണ് സാധാരണ നോർമലി ഉപയോഗിക്കുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ വരും ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഇസ് ഈക്വൽ ടു എന്തെഴുതും നോക്കിക്കേ. ടാൻ ഇക്വേഷൻ വേണമെങ്കിൽ എഴുതി വെച്ച് സൈഡിലോട്ട് എഴുതി വെച്ചേക്കണം. ഓക്കെ, അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ. അപ്പൊ എക്സ് ഇവിടെ എത്ര? ഇങ്ങനെയല്ലേ? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്നല്ലേ ഇതിന്റെ റിസൾട്ട് അല്ലേ? ഞാൻ ഒന്നിങ്ങനെ എഴുതിക്കോ മനസ്സിലാക്കാനാണ്. വിച്ച് ഈസ് ഈക്വൽ ടു
ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരം ഇവിടെ കിടക്കുന്നത് എത്രയാ 1/2 പ്ലസ് വൈയുടെ സ്ഥാനത്ത് ഇവിടെ എത്ര കിടക്കുന്നത് 1/3 ശരിയല്ലേ. The whole divided by എന്താ കിടക്കുന്നത് 1 മൈനസ് എക്സിന് പകരം ഇവിടെ എത്രയാ 1/2 ഇനി വൈയുടെ സ്ഥാനത്ത് ഇവിടെ എത്രയാ 1/3. ഇതാണ് ആൻസർ. ഇപ്പൊ മനസ്സിലായോ? Is it clear? Yes. ഈ ക്വസ്റ്റ്യൻ എഴുതി എടുത്തല്ലോ അല്ലേ, ഞാൻ തൂക്കുവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? What will happen then? പറ. എന്തൊരു is equal to എന്തൊരു പറ equal to ഇതെന്താ ചെയ്യാ is equal to എത്രയാ tan inverse of ഇനി നമ്മൾ എന്താ അറിയത്തില്ല LCL എടുക്കാം. എങ്ങനെയാ? ഇത് പ്ലസ് ആണ്, അപ്പൊ പ്ലസ് വരുമ്പോ LCL എടുക്കണം. 3 into 2 അണ്ടിൽ എന്താ 6, 3 into 1 it is 3 plus 2 into 1 plus and plus 2 കണ്ടോ ശരിയല്ലേ. അതുപോലെ 1 മൈനസ് ഇത് ഇൻറ്റു ആണ്. പലരും ഇവിടെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം പലരും നിങ്ങൾ കാണിക്കുന്ന തെറ്റുകളൊക്കെയാണ്. ഇവിടെ നീ ഇതുപോലെ ചെയ്ത് നോക്കുക. എങ്ങനെയാ 3 into 2 6 3 അങ്ങോട്ട് 1 2 അങ്ങോട്ട് ഇല്ല. ഇൻറ്റുവിന്റെ ഇത് പ്ലസ് ആയതുകൊണ്ട് എങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇൻറ്റു ആണെങ്കിൽ എങ്ങനെയാ ന്യൂമറേറ്റർ ഇൻറ്റു ചെയ്യുക, ഡിനോമിനേറ്റർ ഇൻറ്റു ചെയ്യുക. മനസ്സിലായോ? അതൊക്കെ നിങ്ങൾ കാണിക്കുന്ന തെറ്റുകളാണ്, ഞാൻ കണ്ടിട്ടുള്ള തെറ്റുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ എങ്ങനെയാ 1 into 1 എത്രയാ 1 into 1 1 2 into 3 അടിയിൽ എന്ത് വരും 6 വരും. കണ്ടോ എന്ന് പറയുമ്പോ tan inverse of എത്ര കിട്ടി 3 plus 2 എത്രയാ 5 divided by 6 കിട്ടി. ഇനി അടിയിൽ എന്താ വരും എന്ന് പറഞ്ഞ് 1 അല്ലേ കിടക്കുന്നത്. അപ്പൊ 1 ആണെങ്കിൽ 1 അടിയിൽ ഒരു 1 ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് മറ്റേ പരിപാടി പ്ലസ് മൈനസ് വരുമ്പോ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ. ഇൻറ്റുവിന് ചുമ്മാ ഗുണിക്കുക, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ. പ്ലസ് മൈനസ് ഒക്കെ വരുവാണെങ്കിൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. പിന്നെ എങ്ങോട്ടാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 6 into 1 6 minus 1 into 1 1 divided by 6 കണ്ടോ which is equal എന്ന് പറയാൻ പറ്റും tan inverse of എത്രയാ 5/6 by 6 minus 1 എത്രയാ 5 അല്ലേ, അതും 5/6. എന്ത് സംഭവിച്ചു? രണ്ടും ക്യാൻസൽ ആയി പോയി. which is equal to നിനക്ക് ഉത്തരം പറയാം എത്രയാ tan inverse of 1 എത്രയാ? ഒരു ടേബിൾ നോക്കിക്കേ, ഞാൻ തന്ന ടേബിൾ നോക്കിക്കേ. ടാനിന്റെ ഏത് ആംഗിൾ ആണ് മറിച്ച് നോക്കുക. നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? നോട്ടുണ്ടല്ലോ, ഞാൻ എന്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ട് എഴുതി പഠിക്കാം. ടാനിന്റെ ഏത് ആംഗിളാണ് 1 മണിയെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും it is equal to എത്രയാണ്? ആൻസർ is equal to 5/4. This is the result. Is it clear? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിപ്പോ 4 വെച്ച് ചോദിക്കാം. 4 വെച്ച് ചോദിക്കുമ്പോൾ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ വലിയ ക്വസ്റ്റ്യൻ ആണ്. മനസ്സിലായോ? Is it clear? Write it down. Okay. Yes. Okay. അപ്പൊ നമ്മൾ tan inverse റിസൾട്ട് പഠിച്ചു. എന്താ റിസൾട്ട് എന്താണെന്ന് ഞാൻ ഇവിടെ എഴുതുവാണ്. എന്താ റിസൾട്ട്? എന്താണ്? tan inverse x പ്ലസ് tan inverse y എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻലി ഉപയോഗിക്കുന്ന ഇക്വേഷനിലാണ് tan inverse of എത്രയാ x plus y divided by 1 minus x. സാധാരണ ഇത് തന്നെയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. ഒരു പൈ പ്ലസ് ഞാൻ തന്നില്ലായിരുന്നോ? അതായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയേ tan inverse of ഒരു ക്വസ്റ്റ്യൻ വന്നു. നേരത്തെ ക്വസ്റ്റ്യൻ 1/2 പ്ലസ് tan inverse of 1/3 ആയിരുന്നു കണ്ടോ. അപ്പൊ ഇവിടെ x എന്താണെന്നറിയാം. x ഇവിടെ എത്രയാ? what is x? x എത്രയാ 1/2 ആണ്. ഇതാണല്ലോ y. അപ്പൊ y എത്രയാ 1/3. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1/2 into 1/3 എന്ന് പറഞ്ഞാൽ ഉത്തരം എത്ര കിട്ടുന്നത് 1/6 ആണ്. അതായത് ഒന്നിന്റെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഇവിടെ ഒരു നെഗറ്റീവ് വന്നാൽ അത് പ്രശ്നക്കാരനാണ്. അത് ഓർത്തോണം. മനസ്സിലായോ പറഞ്ഞത്? അത് വരുത്തില്ല ഒരിക്കലും. Is it clear? അപ്പം tan inverse x plus tan inverse y എന്ന് tan inverse of x plus y divided by 1 minus xy. അപ്പൊ xy എപ്പോഴും ഈ കിടക്കുന്ന xy എപ്പോഴും നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും xy എപ്പോഴും ലെസ് ദാൻ 1 വരുന്നുള്ളൂ. മാറുന്ന ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരു കോൺസെപ്റ്റ് CBSE ലെവലിൽ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുക. CBSE-കാരോട് മാത്രമേ അങ്ങനെ ചോദ്യം വന്നിട്ടുള്ളൂ. നിങ്ങളോട് വരാൻ മേലെന്നല്ല. നമുക്കറിയാം നമ്മൾ ഈ പഠിക്കുന്ന ഈ ഒരു വെയിറ്റേജ് അനുസരിച്ച് ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഇപ്പൊ 4 മാർക്കിനാന്ന് തോന്നി 4 മാർക്ക് നമ്മൾ മേടിക്കണമെന്ന് നമുക്ക് വിശ്വാസം ഉണ്ടോന്ന് ചോദിച്ചാൽ അതിനകത്ത് പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല, പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഡിഫറൻഷിയേഷനും ഇന്റഗ്രേഷനകത്ത് ഇച്ചിരി ഒക്കെ പഠിക്കണം. നമുക്കൊരു 40 മാർക്കിന്റെ അടുത്ത് കൃത്യമായിട്ട് എഴുതാൻ പറ്റും. 40 മാർക്സിന് മേളിൽ എഴുതാനുണ്ട്. 50 മാർക്കെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. 80 അത്രയെങ്കിലും എഴുതിയാലേ ഉള്ളൂ നിങ്ങൾ 24 മാർക്ക് മേടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ട്. എന്റെ കുട്ടികളെ കാര്യം ഞാൻ എത്ര നാൾ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു 40 മാർക്കിന് മേളിൽ നിങ്ങൾ കാര്യം നിങ്ങൾ തെറ്റിക്കും എവിടെയെങ്കിലും. മനസ്സിലായോ? അപ്പൊ അതൊക്കെ തെറ്റ് കുറച്ച് മാർക്ക് കിട്ടി ഒരു 50 മാർക്കിന് എഴുതിയിട്ടുണ്ടെങ്കിൽ മേ ബി അല്ലാണ്ട് കറക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും, നല്ല മാർക്ക് കിട്ടും. തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് കുറച്ച് മാർക്ക് കിട്ടുള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചോ. അപ്പൊ ഈ കാര്യം ഓർത്തേക്കാം. സാധാരണ ഇക്വേഷൻ tan inverse x plus tan inverse y എന്ന് പറഞ്ഞാൽ tan inverse of x plus y divided by 1 minus x. ഞാൻ ഒരു ക്വസ്റ്റിലേക്ക് പോവാം. കണ്ടോ, നല്ല ഇടിവെട്ട സാധനം. ഒരു ക്വസ്റ്റൻ എക്സാം 4 മാർക്കിന് ചോദിച്ച ചോദ്യം കാണുമ്പോൾ 1 2 3 4 4 നമ്മൾ ആകെ എത്ര പഠിച്ചിട്ടുള്ളൂ? 2. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്ത് ചെയ്യണം? ഇത് 2 എടുക്കണം, ഇത് 2 എടുക്കണം, എന്നിട്ട് ചെയ്യണം അല്ലേ?
അല്ല അങ്ങനെ ചെയ്യാൻ പറ്റും? 4 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് പറയും? ആദ്യം നമ്മൾ ഈ 2 അങ്ങ് എടുക്കുക. ആരെടുത്ത് പറഞ്ഞു? tan inverse ഓഫ് ആരാ 1/5 പ്ലസ് tan inverse ഓഫ് എത്രയാ 1/7 എടുത്തു. കണ്ടോ? tan inverse ഓഫ് 1/5 പ്ലസ് tan inverse ഓഫ് എത്രയാ 1/7 ഞാൻ എടുത്തു. അങ്ങനെ വരുമ്പോ ഈ കിടക്കുന്നത് x, ഈ കിടക്കുന്ന y. ഞാൻ ഡയറക്റ്റ് അങ്ങ് എഴുതിക്കോട്ടെ. നിങ്ങൾ തന്നെ പറഞ്ഞേ ഈക്വൽ ടു എങ്ങനെ പറഞ്ഞേ? tan inverse ഓഫ് അറക്കെഴുതാ tan inverse എഴുതി അത് ബ്രാക്കറ്റിനകത്താ ചെയ്തത്, ബ്രാക്കറ്റിന്റെ ഉള്ളിലാണ് കാൽക്കുലേഷൻ. അപ്പം tan inverse എന്താ? ഇത് രണ്ടും എന്താ ഇക്വേഷൻ? x ഉം y ആഡ് ചെയ്തു 1 - xy. അപ്പൊ എന്ത് വരും? x ഇവിടെ എത്ര 1/5 പ്ലസ് 1/7 ഡിവൈഡ് ബൈ 1 - 1/5 ഇൻറ്റു 1/7 x പ്ലസ് y. ഞാൻ ഡയറക്റ്റ് x പ്ലസ് എഴുതുന്നില്ല, ഇക്വേഷൻ ഒന്നും വേണ്ട. x പ്ലസ് y, x y കൂട്ടി ഡിവൈഡ് ബൈ 1 - x ഇൻറ്റു y. അപ്പൊ എന്ത് ഉത്തരം പറഞ്ഞേ? ഈസ് ഈക്വൽ ടു tan inverse ഓഫ് ഇത് വരും. പറ ഇതിങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, എടുക്കണ്ടേ? അപ്പൊ 3 × 7 × 5 ഈസ് 35. ഇതിങ്ങോട്ട് പോയി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടി? 7. ഇതിങ്ങോട്ട് പോകുമ്പോൾ 5 ഡിവൈഡ് ബൈ അടിയിൽ എന്താ വരുന്നത്? 1 മൈനസ് ഇത് ഇൻറ്റു അല്ലേ? അപ്പൊ ഇൻറ്റു ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. 1 × 1 1, 7 × 5 ഈസ് 35. ശരിയല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും യു ഗെറ്റ് ദ ആൻസർ യാസ് tan inverse ഓഫ് 7 + 5 എത്രയാ? ഇറ്റ് ഈസ് 12 അല്ലേ? 12 ഡിവൈഡ് ബൈ 35 ഇവിടെ കിട്ടും. ബൈ ഇങ്ങനെ വന്നാൽ അടി 1 അല്ലേ ഇട്ട് കൊടുക്കുന്നേ? 1 × 35 അടിയിൽ എത്രയാ? 35. പിന്നെ 35 × 1 എന്ന് പറയുമ്പോൾ 35 മൈനസ് 1 × 1 എത്രയാ? 1. അപ്പൊ ആൻസർ എന്ത് കിട്ടി പറഞ്ഞേ? ഇസ് ഈക്വൽ ടു ഇങ്ങോട്ട് എഴുതാണ്. ഇസ് ഈക്വൽ ടു സ്ഥലം മാനേജ് ചെയ്യണല്ലോ. ഇസ് ഈക്വൽ ടു എത്രയാ? tan inverse ഓഫ് നോക്കിക്കേ മേലിൽ എന്താ എടുക്കുന്നത്? 12/35 ബൈ 35 മൈനസ് ഇത് വരുമ്പോ എത്രയാ? 34/35. മനസ്സിലാക്കുന്നുണ്ടല്ലോ? ഈ 35 ക്യാൻസൽ ചെയ്ത് കളയാം അല്ലല്ലോ? ഒരു പൊസിഷൻ ക്യാൻസൽ ചെയ്ത് റിമൈനിങ് കിടക്കുന്നത് നോക്കി എന്താ കിടക്കുന്നത്? tan inverse ഓഫ് എത്രയാണ് കിടക്കുന്നത്? 12/34. 12/34. സത്യം പറഞ്ഞാൽ ഈ 12ഉം 34ഉം സിംപ്ലിഫൈ ചെയ്യാൻ മേലെ. സിംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ എന്നിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. സിംപ്ലിഫൈ എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയാം. അല്ലാതെ പറയാം വെട്ടിക്കളയാം. നല്ല പഠിക്കുക. വെട്ടിക്കളയാം എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 2 ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ മേലെ ഇല്ലേ? 2 ആയിട്ട് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? tan inverse ഓഫ് 2 ഇവിടെ എത്ര? 6. ഇവിടെ 34 സിംപ്ലിഫൈ ചെയ്യാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ കാൽക്കുലേറ്റർ 12/2 അടിക്കുക. എത്ര? 6. അത് 34നെയും ആ 2 ഡിവൈഡ് ചെയ്യുക. എത്ര? 34. അപ്പൊ എന്തിന്റെ ആൻസർ? tan inverse ഓഫ് 6 ഡിവൈഡ് ബൈ 34/2 എന്ന് പറയുമ്പോൾ 1 × 17. അപ്പൊ ആൻസർ റെഡി. tan inverse ഓഫ് 6/17. അപ്പൊ ഒരു പരിപാടി തീർന്നു. ഏത് രണ്ടെണ്ണം? ഈ 2 എടുത്തു ഒരു ഉത്തരം കണ്ടുപിടിച്ചു. ഇനിയും 2 കിടപ്പുണ്ട്. കണ്ടോ? മനസ്സിലായോ? സംഭവം ഒന്നും വല്ല ഉണ്ടോ? ഇല്ല. ഇക്വേഷൻ അറിയാൻ കറക്റ്റ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കുക ഇതൊക്കെ വരാന്നുള്ളൂ. ഓക്കെ. അപ്പൊ tan inverse ഓഫ് എത്ര എടുക്കുന്ന പറഞ്ഞു? 1/3 പ്ലസ് എത്രയാ? tan inverse ഓഫ് എത്ര എടുക്കുന്നത്? 1/8 എടുത്തു. വിച്ച് ഈസ് ഈക്വൽ ടു പറഞ്ഞേ നിങ്ങൾ തന്നെ പറഞ്ഞേ tan inverse ഓഫ് x പ്ലസ് y. അപ്പൊ എത്രയാ? 1/3 പ്ലസ് 1/8. ശരിയല്ലേ? The whole divided by 1 minus 1/3 into 1/8. മനസ്സിലായോ? അങ്ങനെ വരുമ്പോൾ ഈസ് ഈക്വൽ ടു എത്രയാ? tan inverse ഓഫ് പറഞ്ഞേ എന്താ ചെയ്തത്? മൾട്ടിപ്ലൈ അല്ലേ? 8 3s അടിയിൽ എത്രയാ? 24. 8 × 1 it is 8 here. ഇവിടെ പ്ലസ് ഇട്ടു. 3 × 1 ഇവിടെ എത്രയാ? 3 ഡിവൈഡ് ബൈ പിന്നെ അടിയിൽ എന്താ? 1 മൈനസ് 1 × 1 it is 1/3 × 8. ആൻസർ കിട്ടി 24. മനസ്സിലായോ? അപ്പൊ എന്തൊരു ബാക്കി എന്ന് പറഞ്ഞു മനസ്സിലായി? ഇൻഡു ചെയ്യുമ്പോൾ ചുമ്മാ 1 × 1 1 3 × 8 24. മെയിൻ ചെയ്ത് മനസ്സിലായല്ലോ? അപ്പൊ റിമൈനിങ് എന്താ എടുക്കുന്നത് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു 8 + 3 എത്ര കിട്ടുന്നത്? 11 അല്ലെ? അപ്പൊ tan inverse ഓഫ് എത്ര കിട്ടി? tan inverse ഓഫ് എന്തിട്ട്? tan inverse ഓഫ് എന്താ കിട്ടുന്നത്? ശരിയാണ് നോക്കട്ടെ. tan inverse ഓഫ് എത്ര കിട്ടുന്നത്? 8 + 3 എന്ന് പറയുമ്പോൾ 8 3s are 24. ഇവിടെ 8 ഇവിടെ പ്ലേ. അപ്പം 8 10 11. അപ്പൊ എത്ര കിട്ടി? 11/24. 11/24. ശരിയല്ലേ? 12 ആണ് കിടക്കുന്നത്. ഡിവൈഡ് ബൈ എത്ര കിട്ടി? ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ 24 × 1 is 24 minus 1 divided by 24. ശരിയല്ലേ? മനസ്സിലായോ? നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അടി 1 ഇങ്ങനെ വന്ന് നമുക്കറിയാം. അടി 1 ഇട്ട് കൊടുക്കുക. 1 × 24 24 ആണ്. 24 × 1 24 minus 1 കറക്റ്റ് ആണ്. ശരിയല്ലേ? which is equal to എന്ത് കിട്ടി? tan inverse ഓഫ് എത്രയാ? 11/24 by 23/24. 24 വെട്ടി പോയപ്പോ
ആൻസർ എത്ര കിട്ടി? ടാൻ ഇൻവേഴ്സ് ഓഫ് 11/23 ആണ് ഈ രണ്ടെണ്ണത്തിന്റെ ആൻസർ. Is it clear? Yes or no? Is it clear? Yes or no? ശരിയല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? മിസ്റ്റേക്ക് ഉണ്ട്. Anyway, this is it. നിങ്ങൾ എക്സാം ഒരു കാര്യം ഓർക്കണേ, ഇപ്പൊ നോക്കി ചെയ്യുന്ന എക്സാം പോയിട്ടാണ് ചെയ്ത് നോക്കുന്നത്, അതിനകത്ത് ഇതൊരു മിസ്റ്റേക്ക് ആയിട്ട് കിടക്കുന്നത്. അപ്പം എപ്പോഴും ഗൈഡിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്ത് ശ്രദ്ധിക്കുക, ഗൈഡിലേക്ക് ചിലപ്പോൾ തെറ്റാം. ഓക്കെ, അപ്പൊ ഇത് കിട്ടിയല്ലോ. അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 11 പണ്ടത്തെ എക്സാം കുറെ മിസ്റ്റേക്സ് ഉണ്ട്. എക്സാം പോയിന്റ് എന്ന് പറയുന്ന ഗൈഡിനകത്ത് എവിടെയൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ്, എല്ലായിടത്തും ഇല്ല, ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഈ കിടക്കുന്ന രണ്ടെണ്ണം കൊടുക്കും തൂക്കുവാണേ, ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ, ഈ രണ്ടെണ്ണം തമ്മിൽ കൂട്ടിയപ്പോൾ കിട്ടിയ ഉത്തരത്തിൽ ഈ രണ്ടെണ്ണത്തിന്റെ ഉത്തരവായിരുന്നു എന്ത്? ടാൻ ഇൻവേഴ്സ് ഓഫ്, നമുക്ക് എത്ര കിട്ടിയത്? 6/17 കിട്ടി. ശരിയല്ലേ? പ്ലസ് ഈ രണ്ടെണ്ണം എടുത്ത് കൂട്ടിയപ്പോൾ 6/4 നല്ല, ഈ രണ്ടെണ്ണം നമ്മൾ എടുത്തപ്പോ കിട്ടിയ ഉത്തരവായിരുന്നു എന്ത്? ടാൻ ഇൻവേഴ്സ് ഓഫ് എത്ര കിട്ടിയത്? 11/23. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇത് രണ്ടും ഒരു ആൻസർ കണ്ടുപിടിച്ചു, ഇത് രണ്ടും ഒരു ആൻസർ കണ്ടുപിടിച്ചു. നമുക്ക് ഈക്വൽ എത്ര 5/4 കിട്ടണ്ടേ? അപ്പൊ വീണ്ടും രണ്ട് ടാൻ ഇൻവേഴ്സ് വന്നില്ലേ? അപ്പൊ എങ്ങനെ വായിക്കും? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ. അപ്പൊ എന്ത് ചെയ്യും? ഹൗ ടു ഡു പറഞ്ഞു ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇസ് ഈക്വൽ ടു പറഞ്ഞു എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ത് കിട്ടും? എക്സ് പ്ലസ് വൈ. അപ്പൊ എത്രയാ? 6/17 പ്ലസ് എക്സ് വൈ എത്രയാ? 11/23. ശരിയല്ലേ? The whole divided by 1 minus xy. 6/17 into 11/23. ഡൗട്ട് ഉണ്ട്? ചെയ്ത് മനസ്സിലായ എല്ലാവർക്കും? Is it clear? ഇത് രണ്ടും എടുത്തു ടാൻ ഇൻവേഴ്സ് കണ്ടുപിടിച്ചു, ഇത് രണ്ടും എടുത്തു ടാൻ ഇൻവേഴ്സ് ആൻസർ കണ്ടുപിടിച്ചു. അപ്പൊ വീണ്ടും നമുക്ക് രണ്ട് ടാൻ ഇൻവേഴ്സ് വന്നു. അപ്പൊ തന്നെ എന്ത് ചെയ്തു? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന റിസൾട്ടിലേക്ക് പോയി. അപ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് 6/17 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 11/23 x പ്ലസ് y ഡിവൈഡഡ് ബൈ 1 മൈനസ് xy. അപ്പൊ എന്ത് ചെയ്യും? ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് പറഞ്ഞേ ഇൻറ്റു ചെയ്യണ്ടേ, അതായത് 23 into 17. 23 into 17 ചെയ്യുമ്പോൾ എത്രയാ? 7 3s are 21, 2 14, 16, 23. ശരിയല്ലേ? 193. That means ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാ? 391 പ്ലസ് ഇത് ഇങ്ങോട്ട് ചെയ്യുമ്പോഴോ 17 into 11. That means കാൽക്കുലേറ്റർ ചെയ്താൽ മതി കേട്ടോ, ഞാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നില്ല. 17 11 എത്ര കിട്ടി? This is 781. This is 187. ശരിയല്ലേ? The whole divided by എത്ര എടുക്കുന്നത്? 23. ഓക്കെ, 23 into എത്ര? 23 into 17. 23 into 17 എത്ര വരും? 23 into 17. 23 into 17 എന്ന് പറയുമ്പോൾ 23 into 17 ചെയ്യുമ്പോൾ വലിയ നമ്പർ വരുന്നത്. കാൽക്കുലേഷൻ പറഞ്ഞു 23 into 17 ചെയ്ത് നോക്കാം. പറ 23 into 17. ഓക്കെ, 7 3s are 21, 2 14, 16. സോറി, അപ്പൊ എനിക്ക് എത്തിപ്പോയി. സോറി എനിക്ക് എത്തിപ്പോയി. അപ്പൊ ഇവിടെ അല്ലല്ലോ. 23 into 17 എന്ന് പറയുമ്പോൾ എത്രയാ? 391 ഡിനോമിനേറ്റർ. എനിക്ക് സോറി ശ്രദ്ധിച്ച് മിസ്റ്റേക്ക് എനിക്ക് പറ്റി. 23 into 17 എന്ന് പറയുന്നത് 391 ഡിനോമിനേറ്റർ. ഇതല്ല ഇൻഡു ചെയ്തല്ലേ? 23 into 6 ചെയ്തില്ല, അതായത് 23 into 6 അതാ ചെയ്യണം. 23 into 6 എന്ന് പറയുമ്പോൾ എത്രയാ? 6 3s are 18, 12. കാൽക്കുലേറ്റ് ചെയ്തേക്കണം കേട്ടോ, ഞാനിപ്പോ കാൽക്കുലേറ്റ് എനിക്ക് ഉപയോഗിക്കാം. 6 into 12 this is 130. ഇവിടെ എത്ര കിട്ടി? 188. മനസ്സിലായോ? കാൽക്കുലേറ്റർ നിങ്ങൾ ഉപയോഗിച്ചോ, നിങ്ങൾ അത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചേ ചെയ്യാവുള്ളൂ, തെറ്റിക്കരുതേ. അപ്പൊ എനിക്ക് പോയി 23 into 17 കിട്ടുന്ന 391 is here. 23 into 6 is 138 here. Plus 17 into 11 187. Okay. Divide by എന്താ ഡിനോമിനേറ്റർ വരുന്നത്? പറഞ്ഞു ഡിനോമിനേറ്റർ എന്ത് വരുന്നു? പറഞ്ഞു പെട്ടെന്ന് ആയിക്കോട്ടെ. പറ സമയം പോകണം. പറ ഡിനോമിനേറ്ററിൽ ഇവിടെ 1 തന്നെ 1 മൈനസ് ഇത് ഇൻഡ്യൂ അല്ലേ? 6 into 11 it is 66 by 17 into 23. അതല്ലേ ചെയ്തിരിക്കുന്നത്. 73 into 17 into 23 it is equal to 391. കറക്റ്റ് അല്ലേ? അപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് എന്ത് കിട്ടിയ ആൻസർ? ടാൻ ഇൻവേഴ്സ് ഓഫ് 138ഉം 187 ആഡ് ചെയ്ത് എത്ര കിട്ടും? 1 എത്രയായിട്ടുന്നത്? This will be equal to 12. This is 325. എത്ര കിട്ടി? 325 divided by 391 by when you take the LCM ഇങ്ങോട്ട് പോകുമ്പോൾ അറിയാലോ, മനസ്സിലായോ? 1 ഇങ്ങനെ വന്നാൽ ഈ 1 ഇട്ട് കൊടുക്കണം. എന്നിട്ട് 1 into 391 it is 391 itself. Okay, and 391 into 1 it is 391 minus 1 into 6 this is equal to 66. കറക്റ്റ് അല്ലേ? അപ്പം 3 ഒരേ നമ്പർ കിടക്കുന്ന 391 ക്യാൻസൽ ആയി പോയി. റിമൈനിങ് കിടക്കുന്നത് എത്രയാ? ടാൻ ഇൻവേഴ്സ് ഓഫ് 325 by വീണ്ടും എന്താ 391 66 കുറച്ചാൽ കാൽക്കുലേറ്റർ അടിച്ചാൽ 325 കിട്ടും. രണ്ടും ക്യാൻസൽ ആയി പോയി. ആൻസർ എന്ത് കിട്ടി? ടാൻ ഇൻവേഴ്സ് ഓഫ് 1. കണ്ടോ എന്ത് വലിയ ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ കിട്ടുന്ന ഉത്തരം കണ്ടോ? എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി.
ടാൻ ഇൻവേഴ്സ് ഓഫ് 1 കിട്ടി. അപ്പൊ നമ്മൾ നോക്കും, നിങ്ങളുടെ പേജിൽ നിന്ന് മുന്നോട്ട് പുറകോട്ട് മറിച്ച് നോക്കുമ്പോൾ കാണാം ടാനിന്റെ ഏത് ആംഗിളാ 1 കാണിക്കുന്നത്? ഏത് ആംഗിളാ? പൈ ബൈ 4. വെരി ഗുഡ്. ഇറ്റ് ഈസ് പൈ ബൈ 4. ദിസ് ഈസ് ആൻസർ. Therefore you proved it. ക്ലിയർ ആയില്ലേ? അപ്പൊ 4 3 ആയാലും കുഴപ്പമുണ്ടോ? ഇല്ല. റിസൾട്ട് പഠിച്ചു വെക്കുക, പ്രധാനപ്പെട്ടതാണ്. അപ്പൊ 3 എന്ത് ചെയ്യും? ഇത് രണ്ടും എടുത്തിട്ട് കിട്ടുന്ന ആൻസർ ആയിട്ട് വീണ്ടും ഇതായിട്ട് എടുക്കും. മനസ്സിലായ? അത്രേ ഉള്ളൂ. 4 ആണെങ്കിൽ 2 എടുത്തു, വീണ്ടും 2 കിട്ടി, ആ 2 വീണ്ടും ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, റൈറ്റ് ഇറ്റ് ഡൗൺ. ഓക്കെ, അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ തന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദ്യം നോക്കിയേ. വീണ്ടും ടാൻ ഇൻവേഴ്സ് തന്നെ. കാരണം ടാൻ ഇൻവേഴ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാര്യം അതാണ്. ആ റിസൾട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. മനസ്സിലായില്ലേ? അപ്പം ടാൻ ഇൻവേഴ്സ് ഓഫ് ചോദ്യം ശ്രദ്ധിച്ചേ. മറ്റേ ക്വസ്റ്റ്യനകത്ത് ഇത് അടുത്ത ടൈപ്പായിട്ട് കൂട്ടിക്കും. മറ്റേ നമ്മൾ എന്താ ചെയ്തോണ്ടിരുന്നത്? ഷോ ദാറ്റ്, നമ്മൾ തെളിയിച്ച് കാണിച്ചു. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാൻ നോക്കുക. എന്താണ്? സോൾവ്. ചോദ്യം എന്താ? ടാൻ ഇൻവേഴ്സ് ഓഫ് 2x plus tan inverse of 3x is equal to is given as pi by 4. Is given as pi by 4. അപ്പൊ ഇതിന്റെ ഒരു ചോദ്യം നിങ്ങൾ ചെയ്യാൻ പോകുമ്പോ മനസ്സിലായല്ലോ, നമുക്കറിയാം വീണ്ടും ടാൻ ഇൻവേഴ്സ് തന്നെ. അപ്പം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇത് ഈക്വൽ ടു പൈ ബൈ 4 എന്ന് തെളിയിക്കാനല്ല ചോദ്യം. എന്ത് ചെയ്യാനാ? സോൾവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ അറിയാൻ മേലാത്ത ആൾക്കാർ മനസ്സിലാക്കുക, എക്സിന്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. എന്തിന്റെ വാല്യൂ? എക്സിന്റെ വാല്യൂ. ഇപ്പൊ ടാൻ ഇൻവേഴ്സ് ഓഫ് 2x plus tan inverse of 3x is equal to pi by 4 എന്ന് പറയുമ്പോൾ അതിനകത്ത് എക്സ് കണ്ടുപിടിക്കണം വേണ്ടേ? അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് നോക്കിക്കുക, അപ്പൊ നമുക്ക് അറിയാവുന്ന റിസൾട്ട് എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സിന്റെ റിസൾട്ട് പറഞ്ഞേ, ടാൻ ഇൻവേഴ്സ് x plus tan inverse of y is equal to tan inverse of എത്രയാണ്? x plus y divided by 1 minus xy. This is the result. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ നോക്കിക്കേ, ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് ഇത് ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതെന്തായിട്ട് എടുത്തു? എക്സ് ആയിട്ടും ഇതെന്തായിട്ട് എടുത്തു? y ആയിട്ട് എടുക്കുമ്പോൾ എങ്ങനെ പറയാം? tan inverse x plus tan inverse y. ഇങ്ങനെ മാറ്റി എഴുതാൻ തന്നെ പറഞ്ഞു. tan inverse of പറഞ്ഞു എങ്ങനെയാ? x plus y എന്ന് പറയുമ്പോൾ x ഇവിടെ എത്രയാ? 2x plus y യുടെ സ്ഥാനത്ത് എത്രയാ? 3x divided by 1 minus xy. That means 2x into 3x is equal to ഇവിടെ ആര് കിടപ്പുണ്ട്? pi by 4. That means you can write it as tan inverse of 2x plus 3x എന്ന് പറഞ്ഞാൽ എത്രയാ? 5x divided by 1 minus 2 into 3 6 ആണെന്നും 2 ശ്രദ്ധിച്ചേ, പലരും ഇവിടെ ഉണ്ടാക്കി വെക്കുന്ന 6x. സാറേ 6x അല്ലേ? എല്ലാരും ചെയ്യും. തെറ്റ് മനസ്സിലാക്കാൻ ഈ പറഞ്ഞു തരുന്നത് കേട്ടോ. 6x ആണോ? അതാണ് ഈ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ എല്ലാവരും ഇവിടെ കൊണ്ടുപോകണം. 3 into 6 x into x ആണോ? എക്സും എക്സും ഗുണിച്ചാൽ അവിടെ വരുന്നത് എക്സ് സ്ക്വയർ. വെരി ഇമ്പോർട്ടന്റ്. 6x square is equal to pi by 4. equal to pi by 4 ആണ്. ഓക്കെ, ഇത് മനസ്സിലായ എല്ലാവർക്കും? നമുക്ക് വേണ്ടത് എന്താ? ഈ എക്സിനെ വേണ്ടി എക്സിനല്ലേ വേണ്ടേ അല്ലേ? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ കിടക്കുന്നു, അതായത് ആരെ കിടക്കുന്നത്? 5x divided by 1 minus 6x square is equal to എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാലോ, ഇത് ടാൻ ഇൻവേഴ്സ് അല്ലേ? ടാനിനെ അപ്പുറം കൊണ്ടുപോയാൽ എന്താകും? ഇറ്റ് ബിക്കംസ് ടാൻ പൈ ബൈ 4 എഴുതാൻ മേലെ. ഇൻവേഴ്സ് അങ്ങനെയല്ലേ ഉണ്ടായ സാധനം. എങ്ങനെയാ ഇൻവേഴ്സ് ഉണ്ടായത്? ഇൻവേഴ്സ് എങ്ങനെ ഉണ്ടായത്? ഇൻവേഴ്സ് എന്താന്ന് ഞാൻ പഠിപ്പിച്ചത്? എക്സ് ഈസ് ഈക്വൽ ടു എന്ത് പറഞ്ഞാലാ? സൈൻ തീറ്റ എന്ന് എഴുതിയാൽ എക്സ് ഈസ് ഈക്വൽ എന്ത് തീറ്റ? സൈൻ തീറ്റ എന്ന് എഴുതിയാൽ ഈ തീറ്റ സൈൻ അപ്പുറം പോയാൽ എന്തായി മാറും? എക്സിന് മുമ്പിൽ ഇൻവേഴ്സ് വരും. അങ്ങനെയാണ് എന്ത് വരുന്നത്? സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ എന്ന് എനിക്ക് എഴുതാം. തിരിച്ചാലോചിച്ചേ. സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ എന്ന് എഴുതിയാൽ എനിക്ക് എക്സ് ഈക്വൽ ടു എന്ത് പറയാം? എക്സ് ഈക്വൽ എന്ത് പറയാൻ പറ്റും? സൈൻ അപ്പുറം പോയാൽ എന്ത് തീറ്റ ആയി മാറും? സൈൻ തീറ്റ. ഇതാണ് ഇൻവേഴ്സ്. അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. മനസ്സിലായില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാന്ന് പറഞ്ഞാൽ അർത്ഥം നിർത്തേക്കില്ല. മനസ്സിലായില്ലേ? അങ്ങോട്ടും ചാടും ഇങ്ങോട്ടും ചാടും മാറും. അതുകൊണ്ടാണ് ഈ ടാൻ ഇൻവേഴ്സ് അപ്പുറം പോയപ്പോൾ എന്ത് പൈ ബൈ 4 ആയി മാറി? ഇറ്റ് ബിക്കംസ് ടാൻ പൈ ബൈ 4. എന്ത് പൈ ബൈ 4 ആ? ടാൻ ബൈ 4. മനസ്സിലായോ കുട്ടികളെ? ഇസ് ഇറ്റ് ക്ലിയർ? യെസ്. ദെൻ അപ്പോ ഈ കിടക്കുന്ന മുതൽ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ടേബിൾ പോയി നോക്കിക്കേ. ടേബിൾ നോക്കി പറഞ്ഞ് ടാൻ പൈ ബൈ 4 വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ 1 അല്ലേ? അപ്പൊ എന്ത് പറയാൻ പറ്റും? വാട്ട് യു ക്യാൻ ടെൽ? എന്ത് പറയാം? 5x divided by 1 minus 6x square is equal to tan pi by 4 എന്ന് പറഞ്ഞ മുതൽ 1 ആണ്. അങ്ങനെ വരുമ്പോ ഇത് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ എത്ര കിട്ടി? 5x is equal to ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ this becomes 1 minus 6x square. 1 minus 6x square എന്ന് വരും കേട്ടോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. Is it right? Yes. പിന്നെ എന്താ ചെയ്യാ? How to do? എന്താ അടുത്ത പരിപാടി എന്താ ചെയ്യണം? ഇതിപ്പം ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ, ഒന്ന് റീഅറേഞ്ച് ചെയ്തേ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ഇപ്പുറം കൊണ്ടുവന്നേ, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നേ. ഓൾറെഡി 5x ആണ്, 1 ഇപ്പുറം വരുമ്പോൾ എന്ത് 1 ആയി? -1 ശരിയല്ലേ? -6 സ്ക്വയർ ഇപ്പുറം വരുമ്പോൾ +6x square is equal to 0 എന്ന് പറയുമ്പോൾ
നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഓർഡർ എഴുതുമ്പോ 6x², പിന്നെ എന്ത് 5x ആണ്? 5x പറഞ്ഞാൽ +5x, 1 എന്തുവാണ്? -1 = 0 എന്ന് പറയുന്ന ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഓർമ്മയുണ്ടോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ax² സ്ക്വയർ വെച്ച് കിടക്കുന്ന ഇക്വേഷൻ. അതിനകത്ത് x പിടിക്കാൻ പറഞ്ഞ -b + or - ഓർമ്മയുണ്ടോ? √b² - 4ac the whole divided by 2a. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പൊ ഇത് പണ്ട് തൊട്ട് പഠിക്കുന്ന എവിടെ പഠിച്ചാ? എനിക്ക് തോന്നുന്നു ഇവിടെ 10ാം ക്ലാസ് തൊട്ട് പഠിക്കാൻ തുടങ്ങിയത്. +1 നിങ്ങൾ പഠിച്ചായിരുന്നു, +2 പഠിച്ചു. മനസ്സിലായോ? ഓക്കെ, +2 പഠിച്ചതല്ല, ബേസ് നിങ്ങൾ 10 കിട്ടിയതല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു പറ. ഇതിലെ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ 6x² + 5x - 1 = 0. കമ്പയർ ചെയ്യുമ്പോ a എത്രയാണെന്ന് മനസ്സിലായി? 6 ആണെന്നും, കണ്ടോ? b എത്രയാണ്? x ന്റെ കൂടെ കിടക്കുന്നത് എത്രയാ? 5 ആണെന്നും, c എത്രയാണെന്ന് മനസ്സിലായി? -1 ആണെന്ന് മനസ്സിലായി. ഇട്ട് കൊടുത്താ പോരെ? ഇട്ട് കൊടുത്തോ. x = എന്ത് b ആ? -b. അപ്പൊ 5 യുടെ മുമ്പില് -5 + or - root of എന്താ? b² - 4ac. What is b? 5² - 4 into a എത്രയാ? 6 into a into c. c എന്ത് വണ്ണാ? -1 അല്ലേ കുട്ടികളെ? the whole divided by എത്രയാ? 2 into 6. അപ്പൊ ഈ c = എന്ത് കിട്ടി പറ? -5 + or - root of പറഞ്ഞേ 5 ന്റെ സ്ക്വയർ എത്രയാ? 25 മൈനസ് അല്ലല്ലോ, അതെ ഇവിടെ ഒരു മൈനസും ഇൻറ്റു ആണ് കേട്ടോ. എല്ലാം കൂടി ഇൻറ്റു അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ എന്തായി മാറും? +6 × 4 എത്രയാ? 24 ഡിവൈഡ് ബൈ 12 എന്ന് കിട്ടും. മനസ്സിലായോ? ക്ലിയർ? സ്വർണ്ണോ എഴുതിയെടുത്തല്ലോ. അത് കഴിഞ്ഞ് അടുത്ത കോൺസെപ്റ്റ് എന്ന് പറയുമ്പോ എന്താണ്? ഇത് കാൽക്കുലേറ്റ് ബാക്കി എന്ത് ചെയ്യണേ? റിമൈനിങ് എന്ത് കിട്ടി? ഞാൻ റബ്ബ് ചെയ്തു. എഴുതിയെടുത്തല്ലോ അല്ലേ? അപ്പൊ എന്ത് കിട്ടി? x = what is that? -5 + or - root of എത്രയാ? 49 divided by 12 root of 49 എത്രയാ ചോദിച്ചത്? what is root of 49? it is 7. that means x is equal to -5 + or - 7 divided by 12. അപ്പൊ രണ്ട് ഓപ്ഷൻസും രണ്ട് ആൻസേഴ്സ് പറയാം. അങ്ങനെയെങ്കിൽ ഒന്ന് x ന്റെ വാല്യൂ എത്രയാ? ഒന്നെങ്കിൽ -5 + 7/12 എന്നോ, അല്ലെങ്കിൽ x is equal എത്രയാ? -5 - 7/12 എന്നോ പറയാം. അങ്ങനെ വരുമ്പോ എന്തൊരു ആൻസർ ഇവിടെ എന്ത് വരും? x is equal to 7. മനസ്സിലായോ? +or - പ്ലസ് എടുക്കണം, മൈനസ് രണ്ട് ഉത്തരം വരും, രണ്ട് ആൻസേഴ്സ് കാണും. അപ്പൊ x is equal to ഇവിടെ എത്രയാ? -5 + 7/12 എന്ന് പറയുമ്പോൾ 7 - 5 it is equal to 2/12 കിട്ടും. സിംപ്ലിഫൈ ചെയ്യുമ്പോ എനിക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1/6. ഇവിടെ x is equal എത്രയാ? -5 - 12/12 ക്യാൻസൽ ചെയ്ത് കിട്ടുന്ന ഉത്തരം എന്താണ്? -1. that means you get the answer of x as x ന്റെ ഒരു ആൻസർ 1/6 എന്നും അടുത്ത x ന് കിട്ടിയ ഉത്തരം എത്രയാ? -1. you won't be able to take minus value. അപ്പോ നെഗറ്റീവ് വാല്യൂ എടുക്കണ്ട. അപ്പൊ എടുത്തെഴുതുമ്പോ ഇങ്ങനെ എഴുതി വെച്ചോ, എഴുതിക്കോ. എടുത്തെഴുതുമ്പോ റൈറ്റ് ആൻസർ x is equal to എന്ത് എഴുതിയാൽ മതി? only you take the positive value. അപ്പൊ x is equal എത്ര കിട്ടി? 1/6. മനസ്സിലായോ? എന്തുകൊണ്ട് നെഗറ്റീവ് എടുക്കുന്നില്ല എന്നുള്ളതൊന്നും ഞാൻ പഠിപ്പിക്കുന്നില്ല. റീസൺ പിന്നെ പറയാം, ആവശ്യമില്ല. അപ്പൊ മനസ്സിലായോ? x is equal to you take the positive value. is it clear? okay, write it down. നിങ്ങൾക്ക് ഇത് മനസ്സിലായല്ലോ? ഇതാണ് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യുന്നത്. is it clear? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പൊ ടാൻ ഇൻവേഴ്സ് വെച്ച് നമ്മൾ ചെയ്തു. ഇതൊരു അടുത്ത ടൈപ്പ്, സെയിം ടാൻ ഇൻവേഴ്സിന്റെ തന്നെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കണ്ടാണ് ക്വസ്റ്റ്യൻ എന്താ വ്യത്യാസം നോക്കിക്കേ. തന്നിരിക്കുന്നത് ഇത് സൈൻ ഇൻവേഴ്സ് ആണോ? സൈൻ ഇൻവേഴ്സ് ഓഫ് 5/30 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് 3/5 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എന്ന് പറയുമ്പോ സാധാരണ നമ്മുടെ ഇവിടെ എല്ലാം എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് ആയിരുന്നെങ്കിൽ നമുക്ക് ചെയ്യായിരുന്നു. എന്ത് റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് റിസൾട്ട് അറിയാം. എന്താ റിസൾട്ട്? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് y എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടാൻ ഇൻവേഴ്സ് ഓഫ് ഇക്വേഷൻ x പ്ലസ് y ഡിവൈഡ് ബൈ 1 മൈനസ് xy എന്ന റിസൾട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ കിടക്കുന്നതിനകത്ത് എന്താ? സൈൻ ഇൻവേഴ്സ് ആണ്, മറ്റെത്രയാ? കോസ് ഇൻവേഴ്സ്. രണ്ടും ടാൻ അല്ല എന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന സാധനത്തെ ടാൻ ഇൻവേഴ്സ് ആക്കണം. അതുപോലെ ഈ കിടക്കുന്ന സാധനത്തെ എങ്ങോട്ടാക്കണം? ടാൻ ഇൻവേഴ്സ് ആക്കിയാൽ നമുക്ക് ചെയ്യാം. അപ്പൊ എന്നോട് സാറ് പറഞ്ഞു അങ്ങനെയാണ് ഏറ്റവും എളുപ്പമുള്ള പരിപാടി, സൈൻ ബൈ കോസ് അല്ല ടാൻ. അങ്ങനെയാണ് കോസ് കൊണ്ടങ്ങ് ഇതിനെ കോസ് കൊണ്ട് ഇതിനെ സൈൻ കൊണ്ട് അങ്ങ് ചെയ്തേക്കാൻ പറയും. ആണോ? അല്ല. ഇൻവേഴ്സ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ശ്രദ്ധിച്ച് എങ്ങനെയാണ് ടാൻ ഇൻവേഴ്സ് അല്ലാതെ കിടക്കുന്ന വിധത്തിനെ നമുക്ക് ടാനിലേക്ക് മാറ്റാം നോക്കുന്നത്. എങ്ങനെയാണ് നോക്കുന്നത്? നോക്കിക്കേ, ശ്രദ്ധിക്കേ. ആദ്യം എന്താ നോക്കിയേ? കാണിച്ചാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കിക്കേ.
സൈൻ ഇൻവേഴ്സ് ഓഫ് എത്ര കിടക്കുന്നത് 5/30 എന്നാ കിടക്കുന്നത് അല്ലെ. ഇതിന് ഞാൻ ശ്രദ്ധിച്ച് അതിന് ഞാൻ എങ്ങനെ ടാൻ ഇൻവേഴ്സ് ആക്കുമെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ച് ഇതിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് ആക്കണം. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് 5/30 ഞാൻ എന്തിട്ട് കൊടുത്തു, എക്സ് എന്നിട്ട് കൊടുത്തു. അപ്പൊ നമുക്കറിയാലോ നമ്മുടെ പഠിച്ച ലോജിക് വെച്ച് സൈൻ അപ്പുറം പോകുമ്പോൾ എന്താ സംഭവിക്കുക, സൈൻ ഇൻവേഴ്സ് അപ്പുറം പോകുമ്പോൾ ഇവിടെ കിടക്കുന്നത് എത്രയാ 5/13 ഈസ് ഈക്വൽ ടു എന്ന് പറയാം സൈൻ എക്സ് എന്ന് പറയാം. സൈൻ ഇൻവേഴ്സ് അപ്പുറം പോകുമ്പോൾ എന്താ എക്സ് ആയി മാറി. അപ്പൊ സൈൻ എക്സ് ഈസ് ഈക്വൽ ടു, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, തിരിച്ചെഴുതാലോ, ഈക്വൽ ടു അല്ല അപ്പുറം ഇപ്പുറം നിങ്ങൾ വിചാരിക്കില്ല അങ്ങോട്ട് ഇങ്ങോട്ട് തിരിക്കാം. സൈൻ എക്സ് ഈസ് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റി 5/30 എന്ന് കിട്ടി. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ സൈൻ എക്സ് ടാൻ എക്സിന് ഉണ്ടാക്കണം. അതിന് നിങ്ങൾ പ്ലസ് 1 പഠിച്ച ഓർമ്മയുണ്ടോ കുട്ടികളെ, എങ്ങനെയാ ഒരു ട്രയാങ്കിൾ വരയ്ക്കും, ട്രയാങ്കിൾ വരച്ചു, റൈറ്റ് ട്രയാങ്കിൾ അല്ലെ. എന്നിട്ട് നിങ്ങൾക്ക് അറിയാലോ എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ എടുത്താൽ എന്താ സൈൻ നമ്മൾ പഠിച്ചിരിക്കും. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് അതായത് എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് ഇത് എത്രയാ 5 ആണെന്നും ഹൈപ്പോട്ടിന്യൂസ് എപ്പോഴും നമുക്ക് അറിയാലോ 90 ഡിഗ്രി അല്ലേ, ഇതല്ല 90 ഡിഗ്രി. അതിനെതിരെ എടുക്കുന്നത് എപ്പോഴും നമ്മുടെ എന്തായിരിക്കും, ഇതായിരിക്കും നമ്മുടെ എന്ത് ഹൈപ്പോട്ടിന്യൂസ്. അറിയാലോ നിങ്ങൾക്ക് ഈ കിടക്കുന്ന എക്സിന് അടുത്ത് കിടക്കുന്ന സൈഡ് എന്ത് പറയും, അഡ്ജസന്റ്. എക്സിന് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്ന സൈഡിന് ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസന്റ് സൈഡ്, പിന്നെ എത്രയാ ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവിടെ സൈൻ എക്സ് തന്നിരിക്കുന്നത്. അപ്പൊ സൈൻ എക്സ് എന്താ ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡിന്റെ വില വാല്യൂ എത്ര നോക്കി 5. അപ്പൊ ഓപ്പോസിറ്റ് അവിടെ കൊണ്ട് 5 ഇട്ട് കൊടുത്തു. പിന്നെ എത്രയാ 13 എന്ന് പറഞ്ഞ കിടക്കുന്ന ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ ഇവിടെ എത്രയാണ് 30. അപ്പൊ നമുക്ക് ആരെ കണ്ടുപിടിക്കണം, ഈ അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും പറഞ്ഞ്, അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കാൻ എങ്ങനെയാ, റൂട്ട് ഓഫ്, ഓർമ്മയുണ്ടോ. ഇപ്പൊ ഹൈപ്പോട്ടിന്യൂസ് അല്ലാത്തവരെ കണ്ടുപിടിക്കണമെങ്കിൽ ഹൈപ്പോട്ടിന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന്, അതായത് വലുത് 13 സ്ക്വയറിൽ നിന്ന് ആരെ കുറയ്ക്കണം, 5 സ്ക്വയർ കുറച്ചു എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 169 മൈനസ് 25 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 144 വിച്ച് ഈസ് ഈക്വൽ ടു 12. അപ്പൊ ഇവിടെ എത്രയാണ് അഡ്ജസന്റ് സൈഡ് 12 ആണെന്ന് കിട്ടി. മനസ്സിലായോ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്ക് ഇവിടെ ആരെ ഉണ്ടാക്കാം, ടാൻ എക്സ് എന്താന്ന് എഴുതാം. ടാൻ എക്സ് ഇങ്ങോട്ട് എഴുതാണേ. അപ്പൊ ടാൻ എക്സ് എന്തായിരിക്കും ക്വസ്റ്റ്യൻ, ടാൻ എക്സ് എന്ത് വരും, ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ടാൻ എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചിരിക്കുന്നത്, ടാൻ എന്താ, സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ടാൻ എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. പഠിച്ചിട്ടില്ലേ, ഉണ്ടോ ഇല്ലയോ, ഉണ്ട്. അങ്ങനെയാണ് ടാൻ എക്സ് എന്താ, ഓപ്പോസിറ്റ് സൈഡ്, ഓപ്പോസിറ്റ് എത്രയാ, എക്സിന് ഓപ്പോസിറ്റ് എടുക്കുന്ന 5, അഡ്ജസന്റ് എത്രയാ 12 എന്ന് കിട്ടി. അങ്ങനെയാകുമ്പോ നിങ്ങൾക്ക് അറിയാലോ എക്സ് ഈക്വൽ ടു എന്ന് പറയുന്നത് എഴുതാം. ടാൻ അപ്പുറം പോകുമ്പോൾ എന്തായി മാറിയത്, ടാൻ ഇൻവേഴ്സ് 5/12. കണ്ടോ, അതായത് നമ്മൾ ചെയ്ത പരിപാടി എന്താ, ഈ കിടക്കുന്ന സൈൻ ഇൻവേഴ്സ് 5/13 എന്ന് പറഞ്ഞ സാധനത്തെ ടാനിലേക്ക് മാറ്റി. കത്തിയോ, എല്ലാവർക്കും മനസ്സിലായില്ലേ, ടെക്നിക്ക് പിടിയോ. അപ്പൊ അടുത്തത് നിങ്ങൾക്ക് പറയാമല്ലേ, ശരി പറ. അടുത്ത ആരാണ് വായിച്ച് എന്ത് ചെയ്തു, കോസ് ഇൻവേഴ്സ് ഓഫ് 3/5 ഞാൻ എന്തിട്ട് കൊടുത്തു, ശ്രദ്ധിച്ച് എക്സിന് മറ്റേ എക്സൽ ഇട്ട് കൊടുത്തു, എന്തിട്ട് കൊടുത്തു, y എന്ന് ഇട്ട് കൊടുത്തു. അങ്ങനെ വരുമ്പോ പറ, കോസ് അപ്രൂവ് എന്ന് പറയാൻ പറ്റും 3/5 ഇസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് അപ്രൂവ് ആയപ്പോ ഇൻവേഴ്സ് മാറി അല്ലെ, ഇൻവേഴ്സ് മാറും അല്ലേ, യെസ്. അങ്ങനെ എന്താ കോസ് y ഇസ് ഈക്വൽ ടു എന്താ, കോസ് y ഇസ് ഈക്വൽ ടു എത്രയാ, കോസ് y ഇസ് ഈക്വൽ ടു 3/5. അപ്പൊ ട്രയാങ്കിൾ വരയ്ക്കുമ്പോ ട്രയാങ്കിൾ കോൺസെപ്റ്റിലേക്ക് ഞാൻ പോവുകയാണെങ്കിൽ പറഞ്ഞേ, കോസ് എന്താന്ന് പഠിച്ചിട്ടുണ്ട്, കോസ് എന്ന് പറഞ്ഞ കോസ് എന്താ പഠിച്ചിരിക്കുന്നത്, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പം ഇവിടെയാണ് ഞാൻ y എടുക്കുന്നത്, ഇവിടെയാണ് നമ്മുടെ y എങ്കിൽ കോസ് എന്താ അറിയാലോ, ഇതാണ് എന്ത് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ്, y ഓപ്പോസിറ്റ്. ഈ സൈഡിൽ നിന്ന് പറയുന്ന പേര് അഡ്ജസന്റ് സൈഡ്, ഇത് ഹൈപ്പോട്ടിന്യൂസ് അല്ലെ കുട്ടികളെ. അപ്പൊ കോസ് എന്താ, അഡ്ജസന്റ് സൈഡ്. അപ്പൊ അഡ്ജസന്റ് സൈഡ് ഏതാ, y അടുത്ത് കിടക്കുന്ന സൈഡ്. ഇത് എത്രയാ 3, ഹൈപ്പോട്ടിന്യൂസ് അവിടെ കൊണ്ട് 5. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് അല്ലേ കണ്ടുപിടിക്കണ്ടേ. അപ്പൊ എന്താ ഇക്വേഷൻ, അത് കണ്ടുപിടിക്കണം എപ്പോഴും. മനസ്സിലായോ, ഓപ്പോസിറ്റും അഡ്ജസ്റ്റും കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ, റൂട്ട് ഓഫ് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മറ്റൊരു അങ്ങ് കുറച്ചേക്കണം. മറ്റൊരു ആരാണോ കിടക്കുന്ന ആ വാല്യൂ അങ്ങ് കുറച്ചാൽ മറ്റൊരു കിട്ടിക്കോളും. ഇത് ചെയ്ത പോലെ തന്നെ ഇവിടെ 12 കിട്ടിയത് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മറ്റൊരു കുറച്ചു. അതുപോലെ ഇത് കിട്ടണമെങ്കിലും എന്താണ്, വാട്ട് ഈസ് ഹൈപ്പോട്ടിന്യൂസ്, 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ വിച്ച് മീൻസ് റൂട്ട് ഓഫ് 25 മൈനസ് 9 വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് 16 വിച്ച് ഈസ് ഈക്വൽ ടു 4. അപ്പൊ ഇത് എത്രയാന്ന് കിട്ടി, 4 ആണെന്ന് കിട്ടി. അങ്ങനെ ആകുമ്പോൾ എന്ത് മനസ്സിലായി, അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി, ടാൻ ബൈ നമ്മൾ ടാനിലേക്ക് മാറ്റാനായിട്ട് ഇവിടെ നമ്മളോ ട്രയാങ്കിൾ വരച്ച് ടാൻ എക്സ് പഠിച്ച പോലെ ഇവിടെ എന്ത് എഴുതി, ടാൻ വൈ. എന്താ ടാൻ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ്. അപ്പം ഓപ്പോസിറ്റ് എത്രയാ 4 ബൈ അഡ്ജസന്റ് എത്രയാ 3. അങ്ങനെയാണ് പറഞ്ഞേ ടാൻ y is equal to 4/3 ആണെങ്കിൽ y ടാൻ അപ്പുറം പോകുമ്പോൾ എന്തായി മാറി, ടാൻ ഇൻവേഴ്സ് 4/3. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ എന്ന് പറഞ്ഞാൽ എന്താ കുട്ടികളെ, ഇത് ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ. അങ്ങനെയാണ്
നമ്മൾ ഈ കിടക്കുന്ന രണ്ടെണ്ണത്തെയും ടാനിലേക്ക് മാറ്റി. അങ്ങനെയാകുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാം? ക്വസ്റ്റ്യൻ ഇതല്ല ചോദ്യം. അപ്പൊ ഇതിന് പകരം എന്തിട്ട് കൊടുത്തു? ടാൻ ഇൻവേഴ്സ് ഓഫ്, ഇതിന് പകരം നമ്മൾ കണ്ടുപിടിച്ചിട്ട് എത്ര എഴുതിയിരിക്കുന്നത്? എത്രയാ? 5/12. കണ്ടോ? പ്ലസ് ഇതിന് പകരം കണ്ടുപിടിച്ച 3/5 നമ്മൾ ചെയ്ത് കണ്ടുപിടിച്ചാണ് എത്ര കിടക്കുന്നത്? ടാൻ ഇൻവേഴ്സ് ഓഫ് എത്രയാ? 4/3. മനസ്സിലായോ? കിട്ടിയോ? ഈക്വൽ ടു എത്രയാന്ന് എടുക്കണം? റബ്ബ് ചെയ്യണം, മനസ്സിലാക്കിക്കോണം ചെയ്ത് എങ്ങനെയാന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതും ടാനായി, ഇതും ടാനായി. ഇനി ഏത് റിസൾട്ട് ഉപയോഗിക്കാം? എന്തൊക്കെ റിസൾട്ട് ഉപയോഗിക്കാലോ? മനസ്സിൽ ടെക്നിക്ക് പിടികിട്ടിയോ? അങ്ങനെയാണ് ഈ കിടക്കുന്ന എന്താണ് സൈൻ ഇൻവേഴ്സ് ആണ്. ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇത് സൈൻ ഇൻവേഴ്സ് ആകാം, ഇതും സൈൻ ഇൻവേഴ്സ് ആകും. നമ്മുടെ പരിപാടി എന്താ? ഇതുപോലെ തന്നെ രണ്ടും ടാനിലേക്ക് മാറ്റണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ? യെസ്. മീൻസ് ഇസ് ഈക്വൽ ടു എന്ന് പറയാൻ പറ്റും ടാൻ ഇൻവേഴ്സ് ഓഫ് വാട്ട് ഇസ് ദ കാൽക്കുലേഷൻ? x plus y. ഇതിൽ x ഇതിലെ y അല്ലേ? y/12 plus 4/3 divide by 1 minus 5/12 into 4/3. മനസ്സിലായോ? Then what is the answer? റബിയാണ്. നോക്കി എഴുതിക്കൊണ്ട് മനസ്സിലാക്കിക്കോണം കേട്ടോ. Then ഇത് എഴുതി പറഞ്ഞു is equal to tan inverse of 12 into 3 which is equal to 36. 5 into 3 15 plus 12 into 4 48. ശരിയല്ലേ? divided by, okay, divided by അടിയിലെന്ന് പറഞ്ഞു ഇവിടെ 1 minus ഇതിന്റെ ചെയ്യല്ലേ? 5 into 4 20 by 12 into 3 എത്രയാ? 36. കണ്ടോ? which is equal to കിട്ടി tan inverse of 15 plus 48 എത്ര കിട്ടി? 63/36. കറക്റ്റ് അല്ലേ? ഇതെങ്ങനെ ചെയ്യണം? അടി 1 ഇട്ട് കൊടുക്കണ്ടേ? അപ്പൊ 1 into 36 അടിയിൽ എന്തെന്ന് വരും? 36 വരും. ബാക്കി 36 into 1 ഇവിടെ എത്ര കിട്ടി? 36 minus 1 into 20 it is 20 which is equal to എത്രയാ? tan inverse of 63 divided by 36 by 36 ന്ന് 20 പോയാൽ 16/36. കണ്ടോ? 36 ഉം 36 ഉം ക്യാൻസൽ ആയി പോയപ്പോൾ what is the answer you got here? tan inverse of 63 divided by 16 കിട്ടി. കണ്ടോ? ഇത് നമ്മൾ തെളിയിച്ച കണ്ടോ? മനസ്സിലായോ? is it clear? ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിടികിട്ടിയോ? അപ്പം ഇൻവേഴ്സ് എന്ന് പറയുന്ന സെക്ഷനകത്തുള്ള ഓൾമോസ്റ്റ് ഉള്ള ഇനിയുണ്ട് കുറച്ച് പ്രോപ്പർട്ടീസ് എല്ലാം എടുക്കാൻ ഒരു പരിമിതിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാൻ, കമന്റ് ബോക്സ് ഉണ്ടല്ലോ, കമന്റ്സ് ഉണ്ടല്ലോ, അതിനകത്ത് എഴുതി തന്നാൽ മതി. ഞാനത് സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ? അപ്പൊ ഇൻവേഴ്സിനകത്തുള്ള 2 ലെക്ചേഴ്സ് ഇപ്പൊ എടുത്തിട്ടുണ്ട്. ലെക്ചർ നമ്പർ 4 ആണ് ഇപ്പൊ എടുത്തത്. ഇൻവേഴ്സ് നമ്മുടെ 2ാമത്തെ ലെക്ചർ. മനസ്സിലായോ? നമുക്ക് എക്സാമിന് മുമ്പായിട്ട് കുറെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ഒന്നുകൂടെ. ഇതെല്ലാം ഇതെല്ലാം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. മനസ്സിലായല്ലോ? ഈസ് ഇറ്റ് ക്ലിയർ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകൂടെ ഞാൻ പറയുന്നു, ഇത് മാത്രമല്ല, ഇത് ഞാൻ ഇപ്പൊ ഒരു കാര്യം കൂടി പറയുകയാണ്. ഈ ക്ലാസ്സിന്റെ അവസാനം, ഈ ക്ലാസ്സിന് തീർന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഒരു ക്ലിപ്പായിട്ട് ഉടനെ വരും. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ വരും. ക്വസ്റ്റ്യൻ എല്ലാം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായോ? ഈ ക്ലാസ്സിൽ ഞാൻ ഈ അറ്റൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ ചെയ്തുകൊണ്ട് ജയിക്കുകയില്ല. എന്തുകൊണ്ട് ചെയ്യണം? നിങ്ങളും വർക്ക് ചെയ്യണം, തന്നെത്താൻ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾ ജയിക്കൂ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. 26 മാർക്ക് 36 മാർക്ക് വേണ്ട ആൾക്കാർ നല്ലതായിട്ട് ശ്രമിച്ചിരിക്കണം. മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കമന്റ് വരുന്ന എന്റെ ഈ വീഡിയോയുടെ കൂടെ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക. എന്നിട്ട് അതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, സാറെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ അടുത്ത ഇൻവെസ്റ്റിംഗ് അടുത്ത ലെക്ചറിൽ വി ഡിസ്കസ് ഫോർ ദാറ്റ്. ഓക്കെ, ഡൗട്ട് ഒന്നും വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലതായിട്ട് പഠിക്കുക, ട്രൈ. ഓഗസ്റ്റ് 10-ാം തീയതി എക്സാമിന് മുമ്പായിട്ട്, ഓഗസ്റ്റ് 10-ാം തീയതിയാണ് എക്സാം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് മാക്സിമം നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതി ചെയ്യാം. ഓക്കെ, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ്. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇത് എത്തിക്കുക. കാര്യം ഇതൊരു ഉദ്യമം സൗജന്യമായിട്ട്, ഫീസ് ഒന്നും മേടിക്കുന്ന സൗജന്യമായിട്ടാണ് തരുന്നത്. എല്ലാവരിലേക്കും ഇത് എത്തിക്കുക. മാക്സിമം നിങ്ങൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.